നമുക്കറിയാം പണ്ടത്തെ കാലത്തെ പോലെ അല്ല. അതെ. രാമായണം ഇപ്പൊ വളരെ ചുരുങ്ങിയ വീടുകളിൽ മാത്രം ആചരിച്ചു പോകുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വന്നു. ഈ കർക്കിടക മാസത്തിൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ രാമായണ പാരായണത്തിനൊരു ഇമ്പോർട്ടൻസ് പോലും ഇപ്പോഴുള്ള കാലഘട്ടത്തിലുള്ളൂ. സത്യത്തിൽ കർക്കിടകത്തിൽ മാത്രമാണോ രാമായണം വായിക്കേണ്ടത്? കർക്കിടകത്തിൽ മാത്രമല്ല രാമായണം വായിക്കേണ്ടത്. രാമായണം എപ്പോ വേണേലും ഏത് സമയത്തും ആർക്കും വായിക്കാം. അങ്ങനത്തെ ഒരു ഗ്രന്ഥമാണ് രാമായണം. ഇപ്പോൾ വലിയ മുതിർന്നവർക്ക് മാത്രമേ വായിക്കാൻ പാടുള്ളൂ, കുട്ടികൾക്ക് പറ്റില്ല, അങ്ങനത്തെ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ലാത്ത ഒരു ഗ്രന്ഥമാണ്. നാരായണ നാമം സദാ ജപിക്കണമെന്നാണ് പറയുന്നത്. രാമനാമത്തെ ജപിച്ച കാട്ടാളനായ രത്നാകരൻ മഹർഷിയായി. അപ്പൊ രാമനെ ധ്യാനിക്കുന്നത് എപ്പോ വേണേലും ആർക്കും ഏത് സമയത്ത് വേണമെങ്കിലും രാമായണം വായിക്കാം. അതെ. പണ്ട് കാലങ്ങളിലൊക്കെ രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് എല്ലാ വീടുകളിലും രാമായണം പൊതുവെ വായിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ രാമായണ പാരായണം വളരെ ചുരുങ്ങിയില്ലേ? ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒന്നായി തീർന്നില്ലേ? വളരെ ചുരുക്കം ചില വീടുകളിൽ മാത്രമല്ലേ ഇപ്പോഴും ആ ഒരു ആചാരം നിലനിൽക്കുന്നുള്ളൂ. എന്താണ് ചേച്ചിയുടെ അഭിപ്രായം? ഒരു കാലഘട്ടത്തില് ഇപ്പോൾ രാമായണത്തെ കുറിച്ച് കുറച്ച് ആൾക്കാർക്ക് നല്ല ജ്ഞാനം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് കാലത്തെ ആ മുത്തശ്ശിമാരുള്ള വീടുകളിൽ രാമായണം മുത്തശ്ശിമാര് വായിച്ച് കുട്ടികളായാലും വലിയ മുതിർന്ന ആൾക്കാർക്കായാലും അത് ഫോളോ ചെയ്യാനായിട്ട് മുത്തശ്ശിമാരുണ്ടായിരുന്നു. ഇന്നത്തെ മുത്തശ്ശിമാര് സീരിയലിന്റെ മുന്നിലിരിക്കുന്ന ഒരു കാലഘട്ടമായി മാറിയത് കാരണം ഇന്നത്തെ മുത്തശ്ശിമാർക്കും, അതായത് ഇന്നത്തെ ഗ്രാൻഡ് പാരൻസിന് ആർക്കും തന്നെ രാമായണം വായിക്കാൻ അവർക്ക് സമയവുമില്ല, അറിയാവുന്നുള്ളവർക്ക് സമയം അധികം ഇല്ലാത്തത്. അപ്പൊ അത് കാരണം ആരും അങ്ങനെ വായിക്കാനായിട്ട് മുതിരുന്നില്ല. പക്ഷെ ഇന്ന് പുതിയ തലമുറ വായിക്കുന്നുണ്ട്. അതെ, പുതിയ തലമുറയിലെ കുട്ടികൾ കുറേയേറെ കുട്ടികൾ വായിക്കാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ മീഡിയകളിലായാലും കാണുന്നുണ്ട്, കുട്ടികളൊക്കെ വായിക്കുന്നത്. അപ്പൊ അത് നമുക്കൊരു പോസിറ്റീവാണ്. ഇപ്പൊ രാമായണം പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമല്ല. വലിയ ആൾക്കാർ മുതൽ ചെറിയ കുട്ടികൾ വരെ രാമായണം പാരായണം ചെയ്തിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോ ഒരു വീട്ടില് ഹൈന്ദവ വീടുകളായാലും ഏത് മത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും വർഷത്തിൽ ഒരു മാസം ഒരു ഡയറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അവരെടുക്കും. അതായത് നോൺ വെജ് ഒന്നും കഴിക്കാതെ വ്രതാചരണം. നമ്മുടെ ഇതിൽ പറയുന്ന നോൺ വെജ് കഴിക്കുക, പക്ഷെ മറ്റുള്ളത് നോക്കണ്ട, ഡയറ്റ് ശരീരത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു റെസ്റ്റ് കൊടുക്കുന്ന ഒരു ടൈമാണത്. ആ സമയത്ത് ലഘുവായി മിതമായ ഭക്ഷണം, അപ്പൊ അതിനനുസരിച്ച് മനസ്സും ഏകാഗ്രമാക്കി വെക്കുക എന്നുള്ള ഒരു ഇതിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും രാമായണവും ഈ പ്രാർത്ഥനകളും ഒക്കെ ഈ കർക്കിടകത്തിലും ഒക്കെ ആചരിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു മാസം നമ്മുടെ ശരീരത്തിൽ പോകുന്ന ഭക്ഷണവും വളരെ ശുദ്ധമായിട്ടുള്ള ഭക്ഷണവും അതിനനുസരിച്ച് നമ്മുടെ മനസ്സും ഏകമാക്കി വെക്കാൻ വേണ്ടിയിട്ട് രാമായണം പാരായണം ചെയ്തിരുന്നു. രാമനെ മാത്രം ധ്യാനിച്ച് അങ്ങനെ ഒരു മാസം. അതിപ്പോ ഇന്ന് കർക്കിടക മാസത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി. പക്ഷെ പണ്ട് കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. ഭക്ഷണവും ക്രമമായിരുന്നു, മനസ്സും ശുദ്ധമായിരുന്നു. ഒരു വിഭാഗം മാത്രം പക്ഷെ അത് ആചരിച്ച് ഇന്നും പോരുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു സംവിധാനം വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാ വീടുകളിലും രാമായണം വായിക്കുന്നുണ്ട്, കർക്കിടകത്തിലാണെങ്കിൽ പോലും. അത് രാമായണ മാസാചരണം എന്നുള്ള ഒരു നിലയ്ക്ക് അങ്ങ് ഒതുങ്ങി പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു സംശയം. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ലേ. മുമ്പുള്ള കാലഘട്ടങ്ങളിൽ നാമജപത്തിന്റെ കൂടെ നമ്മൾ രാമായണം എന്ന് പറയുന്ന ഗ്രന്ഥം അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതിക്കൊണ്ടിരുന്ന ഒന്നായിരുന്നു. പക്ഷെ ഇന്നുള്ള കാലഘട്ടത്തില് കർക്കിടകമാകട്ടെ എന്നിട്ട് തുടങ്ങാം എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ മാറി എന്നാണ് ഞാൻ പൊതുവെ വിചാരിക്കുന്നത്. ഇപ്പൊ കർക്കിടകത്തില് മാത്രമല്ല രാമായണം എപ്പോ വേണമെങ്കിലും വായിക്കാം എന്നുള്ളതാണ്. അത് മരിച്ച വീടുകളില് ഇപ്പൊ ഒരു മരണം നടന്ന വീട്ടിലാണെങ്കിൽ പോലും രാമായണം വായിക്കാം. മരണ വീടുകളിൽ രാമായണം വായിക്കുന്നുണ്ട്. ഇപ്പം പൊല വാലായ്മ എന്നുള്ള സംവിധാനങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ രാമായണത്തിനൊരു തടസ്സവുമില്ല. അപ്പോ രാമൻ എന്നുള്ള മന്ത്രം, രാമ എന്നുള്ള മന്ത്രം ജപിക്കുന്നതിന് ആർക്കും ഒരു തടസ്സമില്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരിക്കലും ഒരു തടസ്സമല്ല ഒന്നും. പക്ഷെ ഇന്നതൊരു അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി ഉണ്ട്. അതെന്താണ് ആ ഒരു സംശയം? എന്താന്ന് വെച്ചാല് ഒരു വിഭാഗം ആൾക്കാർ അതിനെ അങ്ങനെ
ആക്കിയെടുത്തു തീർക്കുന്നു. എന്നുള്ള ഒരു അത് അറിവില്ലായ്മ കൊണ്ടാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ള ആൾക്കാർക്കാണ് ശരിക്കും രാമായണത്തിന്റെ മഹത്വം മനസ്സിലാക്കേണ്ടത്. എന്താന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഒരു കുടുംബങ്ങളിലെ കുട്ടികൾ, സഹോദരങ്ങൾ, അമ്മ, അച്ഛൻ, ഇങ്ങനെ ഉള്ള ഒരു ബന്ധങ്ങളെയാണ് ശരിക്കും രാമായണം എന്ന് പറയുന്ന ഒരു കാവ്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഭാര്യ, ഭർത്തൃ, സഹോദര, അങ്ങനെ ഉള്ള ബന്ധങ്ങളുടെ ഒരു മൂല്യം മനസ്സിലാക്കി തരുന്ന ഒരു നല്ല മഹത്തായ ഗ്രന്ഥമാണ്. അതിനവിടെ ശരിക്കും അവിടെ അന്ധവിശ്വാസമോ അല്ലെങ്കിൽ ഒരു അനാചാരത്തിന്റെയോ ഒരു കാര്യങ്ങളും അവിടെ വരുന്നില്ല. ആചാരം എന്ന് പറയുന്നത് നമ്മൾ എന്നും ഒരുപോലെ ചെയ്യേണ്ടതാണ്. അതാണ് രാമായണ മാസ ആചരണം എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഒരുപോലെ തന്നെ പോകണം, ഒരുപോലെ ആചരിക്കണം. അതേപോലെ ഒരു സംശയമാണ് എല്ലാവർക്കും ഉള്ളത്, ഈ സന്ധ്യ സമയത്ത് രാമായണം വായിക്കരുത്, ഹനുമാന്റെ തപസ്സിനെ മുടക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടോ ചില അഭ്യൂഹങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? എനിക്ക് തോന്നുന്നത് അതൊരു അന്ധവിശ്വാസമാണ്. അങ്ങനെ കാരണം എന്താന്ന് പറയാൻ, ഇപ്പോ ഹനുമാൻ സ്വാമിയുടെ തപസ്സിനെ മുടക്കാൻ കേവലം മനുഷ്യരായ നമ്മളെ കൊണ്ട് ഒരിക്കലും സാധ്യമല്ല. ഹനുമാൻ ഭക്തിയോളം ഭക്തിയുള്ള ഒരു മനുഷ്യരും തന്നെ ഇല്ല ഇന്ന്. ഒരു മൃഗമായിരുന്നിട്ട് പോലും, ഒരു വാനരനായിരുന്നിട്ട് പോലും ഭഗവാന് ഹൃദയത്തിൽ ഇടം കൊടുത്ത, ഇന്നും ഭക്തിയോടുകൂടി ചിരഞ്ജീവിയായിരിക്കുന്ന ഒരു ഭക്തനാണ് ഹനുമാൻ സ്വാമി. അപ്പൊ ഹനുമാൻ സ്വാമിയുടെ ഭക്തിക്ക് ഇളക്കം വരുന്ന തരത്തിൽ മന്ത്രം ജപിക്കാൻ ഇന്ന് ആർക്കാ സാധിക്കും? ഒരിക്കലും ഇല്ല. അതൊരു തെറ്റായ ധാരണയെന്നാ എനിക്ക് തോന്നുന്നത്. പണ്ട് കാലത്ത് ഇപ്പോ വീടുകളിലെ രാമനാമം ജപിക്കുന്നപ്പോ അഹോരാത്രം വായിക്കുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെ രാമായണത്തിൽ തന്നെ വായിച്ചുകൊണ്ടേ ഇരിക്കാതെ കുലദൈവങ്ങളെ പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഹൈന്ദവ കുടുംബങ്ങളിൽ. അപ്പോൾ നമ്മുടെ സന്ധ്യാസമയത്ത് ദീപം തെളിയിച്ചിട്ട് കുലദൈവ പ്രാർത്ഥനയും നടത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ ആ രാമായണത്തെ കണ്ടിന്യൂ ചെയ്യുന്നു. ഒരു രാത്രിയും ഒരു പകലും. അതിനുവേണ്ടി ഒരു ഹാഫ് ആൻ അവർ ഇങ്ങനെ രാമായണം പാരായണം നിർത്തിവെക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ രാമനെ ജപിക്കാതിരിക്കുന്നില്ല. നിത്യവും രാമായണം എന്നല്ല, നിത്യവും രാമനാമം ജപിക്കുന്ന വീടുകളിൽ അതൊരു പ്രശ്നമേ അല്ല. സന്ധ്യക്ക് ദീപം തെളിയിച്ചിട്ട് രാമനാമം ജപിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. തീർച്ചയായിട്ടും. അങ്ങനെയുള്ള വീടുകളിൽ അതൊന്നും ഒരു റെസ്ട്രിക്ഷനേ അല്ല. അത് അങ്ങനെ ഒരിക്കലും അവിടെ തടസ്സം വരുന്നില്ല. ഇപ്പോൾ രാമനാമം സന്ധ്യക്ക് ജപിച്ചാൽ ഹനുമാൻ സ്വാമിയുടെ തപസ്സിന് ഇളക്കം വരുന്നു എന്ന് പറയുന്നത് വെറും തെറ്റായ ധാരണയാണ്. തീർച്ചയായും. എന്നാ എന്റെ വിശ്വാസം. അതെ തീർച്ചയായിട്ടും. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.